അക്കൗണ്ടിംഗ് ആൻഡ് GST ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു GST ലേണിങ്ങിനെ കുറിച്ചും അതേപോലെ അക്കൗണ്ടിംഗ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലാണ്. കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിംഗ് ടിപ്സ്, അതേപോലെ GST എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് വിവരങ്ങളും അതേപോലെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GST 3B നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ദയവായി സ്കിപ്പ് ഇത് കാണാതിരിക്കുക, എല്ലാം കംപ്ലീറ്റ് ആയി കാണുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഗുഡ്സ് ഓർ സർവീസിൻ്റെ, അതായത് നമ്മളൊരു കമ്പനിയിലെ ടേൺ ഓവറിൻ്റെ ടോട്ടൽ ഗുഡ്സ് ഓർ സർവീസിൻ്റെ ടോട്ടൽ കൺസോളിഡേറ്റഡ് വാല്യൂ, അതായത് ടാക്സബിൾ വാല്യൂ എത്രയാണെങ്കിൽ ആ എമൗണ്ട്, അതുപോലെ അതിൻ്റെ ടാക്സ്, കൂടാതെ എത്ര ഇൻവേർട്സ് വന്നത്, അതായത് നമുക്ക് ഇൻപുട്ടായിട്ട് എത്ര, അതായത് നമ്മളെ പർച്ചേസിന് മേലെ എത്ര ഇൻപുട്ടായി വന്നിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസോളിഡേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു റിട്ടേൺ രീതിയാണ് 3B. 3B എല്ലാ മാസവും എല്ലാവരും കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം. കാരണം 3B നമുക്ക് ലേറ്റ് ഫീയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 3B ഒക്കെ കറക്റ്റ് സമയത്ത് നമ്മൾ ഫയൽ ചെയ്യണം. കൂടാതെ തന്നെ 3Bയിൽ നമ്മൾ 3B മന്ത്ലി ഫയൽ ചെയ്യണം. നമ്മൾ അതായത് ഈ മാസം ലേറ്റായി ഫയൽ ചെയ്യുമ്പോഴാണ് അടുത്ത മാസം നമുക്ക് ആ ലേറ്റ് ഫീ അത് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ എല്ലാ മന്തും കറക്റ്റായി ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ലേറ്റ് ഫീ കൂടാതെ ഫയൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കൂടാതെ തന്നെ നമുക്ക് തുടങ്ങാം എങ്ങനെയാണുള്ളത്. അത് ഫസ്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതെങ്ങനെ ഇവിടേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GSR 1 എടുത്ത പോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ പോയിട്ട് നമ്മൾ ടാലിയിലെ JSON ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് വരുന്ന രീതി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, പിന്നെ അതിൽ GSR 3B സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ വൗച്ചർ നമ്പറും ഈ കാര്യങ്ങളൊന്നും നമുക്ക് 3Bയിൽ ആവശ്യമില്ല, കാരണം നമുക്ക് അത് നമ്മൾ GSR 1 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻകംപ്ലീറ്റ് മിസ്മാച്ച് ഓർ ഇൻഫർമേഷൻ ഈസ് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഈ സീറോ അവിടെ ഭാഗത്ത് ചിലപ്പോൾ 2 or 3 ഒക്കെ 2-3 ബില്ലുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മിസ്മാച്ച് വരണമെങ്കിൽ അത് 0 ആക്കി വരണം. അത് ചിലപ്പോൾ വല്ല HSN കോഡിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ ഡിഫറൻസോ അല്ലെങ്കിൽ GST കൊടുക്കാത്ത ഡിഫറൻസോ ഒക്കെ വരുമ്പോൾ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഇപ്പോൾ 0 ആണ്, അതായത് ഒരു എറർ ഇല്ല. അതാണ് അതിൻ്റെ കാരണം. പിന്നെ കൂടാതെ തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഇവിടെ നമുക്ക് ടേൺ ഓവർ കഴിഞ്ഞാൽ 2,19,89.06 നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇൻപുട്ട് ടാക്സ് 36,190 ആണ്. അപ്പോൾ 36,190 എത്ര ഞാൻ പറഞ്ഞാൽ നമ്മൾ ആ ഓരോ പാർട്ടി, അതായത് നമ്മൾ 36,190 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ടോട്ടൽ ഔട്ട്വേർഡ്സ് ആണ്, നമ്മളെ ഓരോ ബില്ലിൻ്റെയും ഔട്ട്വേർഡ്സ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ ബില്ലിൻ്റെ ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അതായത് 36,190 നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ട്, അതായത് അടക്കമുണ്ട്, അതായത് ഔട്ട്വേർഡ് സപ്ലൈ ആണ്, ഔട്ട്പുട്ട് ടാക്സ് ആണ്. കൂടാതെ തന്നെ ഇത് നമ്മുടെ 61,250 നമ്മൾ എലിജിബിൾ ടാക്സ് ആണ്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ആൾ അതർ ITCയിലായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുക. അതായത് നമ്മളെ ഇൻപുട്ട് ടാക്സും ഈ അതർ GSR 3Bയുടെ ടാബ് തുറന്നു കഴിഞ്ഞാൽ അതർ ITC പറഞ്ഞ ടാബിലായിരിക്കും നമ്മളെ ഇൻപുട്ട് ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 30,641 CGSTയും അതേപോലെ SGST 30,641 ഉണ്ട്. നമുക്ക് IGST ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് പർച്ചേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് IGST ഇൻപുട്ട് ഇല്ല. അപ്പോൾ ഈ 30,641 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ GSR 2A എത്ര വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആ 2Aയുടെ, അതായത് റൂൾ 36 പ്രകാരമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ GSR 2 എത്ര ഇൻപുട്ടാണോ, ഇപ്പോൾ ഇതിൽ 30,641 നമ്മൾ ടോട്ടൽ, ഇതിൽ നമുക്കൊരു 15,000 രൂപയുടെ ഇൻപുട്ടാണ്, അതായത് 15,000 CGST SGST ആണ് GST 2 വന്നിട്ടുള്ളത്. എല്ലാവരും ഫയൽ ചെയ്താൽ മാത്രമേ, കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്താൽ തന്നെ 30,641 നമ്മളെ GSR 2 വരുള്ളൂ. അപ്പോൾ നമുക്ക് 15,000 ആണ് അവിടെ GSR 2 വന്നിരിക്കുന്നത്. അതായത് 15,000 CGST 15,000 SGST ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 15,000ൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10% കൂടി ക്ലെയിം ചെയ്യാം. കാരണം ഇത് ഭാവിയിൽ ഫയൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് 10% കൂടി അഡീഷണൽ ക്ലെയിം ചെയ്ത് ഫയൽ ചെയ്യാം. ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂൾ 36 റൂളാണ് അത് ഇനി ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ GSR 2Bയിൽ എന്താണോ വന്നത് അതായിരിക്കും ചിലപ്പോൾ ഇനി ആവുക. അപ്പോൾ GST ചിലപ്പോൾ റൂൾ അമെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് GSR 2Bയിൽ എത്ര ഇൻപുട്ട് ഉണ്ട് ആ ഇൻപുട്ട് മാത്രമേ എലിജിബിൾ ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിലും. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക.
അപ്പം നമുക്ക് ഈ ഫയൽ ഇപ്പം സംഭവം മനസ്സിലായിട്ട് നമ്മൾ ടോട്ടൽ ടേൺ ഓവർ എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 3B എടുത്തു. നമ്മൾ 3B എടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യണം. നമുക്കിത് JSON ഫയൽ എക്സ്പോർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Ctrl+E അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് GSR1 ഒക്കെ അപ്ലോഡ് ചെയ്ത മാതിരി. അപ്പോൾ JSON ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക 3B അത് ഓട്ടോമാറ്റിക് അത് നമ്മൾ ചേഞ്ച് വരുന്നത് ഫോർമാറ്റ് JSON ഫയലാക്കി മാറ്റുക. ഡാറ്റയുടെ ലൊക്കേഷൻ നമ്മൾ സെയിം ആണ്, ടാലി ERP ഡാറ്റ. പിന്നെ ഓപ്പൺ എക്സ്പോർട്ടർ ഫയൽ യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓവർ റൈറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഡാറ്റ എന്ന ഫോൾഡർ DSR3B ഫയൽ JSON ഫയൽ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ലോഗിൻ ആദ്യം നമ്മൾ GSR സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ GSTയുടെ സൈറ്റിൽ വന്നിട്ട്, അതായത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ സൈറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡ് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യട്ടെ എന്തായാലും. പക്ഷെ നമ്മളിവിടെ നമ്മൾ GSR1 ഒക്കെ ഫയൽ ചെയ്യാൻ പോയ അതേ ടാബ് തന്നെ, അതായത് റിട്ടേൺ ഡാഷ്ബോർഡിൽ പോവാം. റിട്ടേൺ ഡാഷ്ബോർഡ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ടാബ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മളിവിടെ പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മൾ ഒക്ടോബർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒക്ടോബർ സെലക്ട് ചെയ്യുക. അതായത് ലേറ്റസ്റ്റ് പീരീഡാണ് 2021, അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. സെലക്ട് ചെയ്തതിന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ 3B GSR1 ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ GSR1 ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. അതായത് GSR ഫയലിംഗ്, അതായത് GST ആൻഡ് ടാക്സേഷൻ ടിപ്സ് എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇനി GSR3B നമ്മൾ ഫയൽ ചെയ്യാൻ പോകണം. GSR3B ആദ്യം നമുക്കിത് ഓഫ്ലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. നമ്മൾ JSON ഫയൽ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. അതായത് നമ്മൾ ഈ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ആവും. ഈ സമ്മറി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ആവും. അതിൽ നമ്മൾ ചെറിയൊരു എഡിറ്റ് നമ്മൾ വരുത്തേണ്ടി വരും. കാരണം നമ്മളതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GSR2A 18, അതായത് 10% നമ്മൾ GSR2A വന്ന ടോട്ടൽ ഇൻപുട്ട് ടാക്സിൻ്റെ 10% നമ്മൾ ഇൻപുട്ടായി എടുക്കുന്നത്. അതായത് ഞങ്ങൾ GSR2A വന്ന ഇൻപുട്ടും പ്ലസ് 10%, അതായത് GSR2A ആ ഇപ്പോൾ 10,000 ആണെങ്കിൽ 10,000 പ്ലസ് ആ 10,000ത്തിൻ്റെ 10% കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്. സംഭവം മനസ്സിലായി? അതായത് GSR2A, അതായത് നിങ്ങൾ ഏത് ആളെ കയ്യിൽ നിന്നാണോ, അതായത് ഏത് ഡീലറെ കയ്യിൽ നിന്നാണോ ഗുഡ്സ് വാങ്ങിന് അവർ ഫയൽ ചെയ്താൽ മാത്രമേ GSR1 ഫയൽ ചെയ്താൽ മാത്രമേ GSR2A വരുള്ളൂ. അപ്പോൾ ആ GSR2A വന്നതിൻ്റെ, അതായത് ഒരു 10,000 ഉണ്ടെങ്കിൽ അപ്പോൾ 10,000 ഇൻപുട്ട് വന്നു വെച്ചാൽ, അതായത് 1,00,000 അതായത് 1,00,000 18% ആണെങ്കിൽ എത്ര വരും? 18,000 രൂപ വരും. അപ്പോൾ ആ 18,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 18,000 പ്ലസ് ഇനി വേറെ 1,00,000 ഉണ്ട്, 18,000 ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ 18% വരാനുണ്ടെങ്കിൽ ആ 18ൻ്റെ 10, അതായത് നമ്മളിപ്പോൾ വന്നതിൻ്റെ 10% കൂടി അഡീഷണൽ എടുക്കുള്ളൂ. അതായത് 18 കംപ്ലീറ്റ് ആയിട്ട് എടുക്കില്ല. അതായത് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ടോട്ടൽ നമുക്ക് 3,00,000 ഇൻപുട്ടാണ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിജിബിൾ ഒരു 4,00,000 ആണെങ്കിൽ, ഉദാഹരണം ഇതിൽ പറയാം, അതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് 61,252 രൂപയാണ് നമുക്ക് ടോട്ടൽ ഇൻപുട്ട് ഉള്ളത്. അതായത് നമ്മുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് ടോട്ടലായിട്ട് നമുക്ക് 600-252 ഉള്ളൂ. ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ GSR2A നമുക്ക് എത്ര വന്നുകൊണ്ട് നോക്കണം. അപ്പോൾ GSR2A നമുക്ക് എത്ര വന്നുകൊണ്ട് നോക്കണം. അപ്പോൾ GSR2A നമ്മൾ BTV ഇൻവോയ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫയലാകും വരിക, ഇങ്ങനെ ടോട്ടൽ. അപ്പോൾ ഈ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബില്ല് തന്നെയാണ്. ഇപ്പോൾ 21/10 6 നമ്പർ, ഈ ഒരു ബില്ല് തന്നെ ഇവിടെ 2 വട്ടം ഇങ്ങനെ GST, അതായത് ഇവിടെ ടോട്ടലാണ് വരുന്ന ഈ എമൗണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് ടോട്ടലിൽ വലിച്ചാൽ മതി. അതെന്ത് ചെയ്യാം, ഞാൻ സുധാരണ ഞാൻ പറഞ്ഞില്ല, ഒന്നിന് കാണിച്ചു തരാം. അത് ഒരു ബില്ല് തന്നെ ടോട്ടൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ബില്ല് തന്നെ ടോട്ടൽ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് ടോട്ടൽ ബിൽ വാല്യൂ എത്രയാണ്, ടോട്ടൽ ടാക്സ് എത്ര, അതാണ് വരുന്നത്. ഇത് ടോട്ടൽ ടാക്സബിൾ. അപ്പോൾ ഇത് എന്താ വെച്ചിട്ട് ഒരു ബില്ല് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും മൊത്തത്തിൽ കിട്ടണം എന്തൊരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൊത്തത്തിൽ വലിക്കുക, സ്ക്രോൾ ചെയ്യട്ടോ.
എന്നിട്ട് ഇവിടെ ഓട്ടോസം കൊടുക്കുക. ടോട്ടോസം വീണ്ടും ഇതിവിടെ നമ്മൾ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ 28,616 ടോട്ടൽ ടാക്സ് വന്നിട്ടുണ്ട്. ഇത് 28,16 അല്ല കേട്ടോ, അതിൻ്റെ പകുതി. കാരണം അത് എന്തോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞുതരാം. ഈ ടാക്സ് 2 വട്ടം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ടോട്ടൽ വാല്യൂ ഗ്രോസ് ടോട്ടലാണ്. അപ്പോൾ ഇത് 2 വട്ടം ഇങ്ങനെ വന്നുകൊണ്ട് 2 ടൈംസ് ആയിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ആയിരിക്കും നമ്മളെ ഇൻപുട്ട് ടാക്സ് എലിജിബിളായ എമൗണ്ട്. അതായത് എലിജിബിളായ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 14 ഇപ്പോൾ IGST ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോളത്തിൽ വരും കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ കൂട്ടിയിട്ട് ഡിവൈഡ് 2 ചെയ്യുക. ഈ 14,308 അതായത് നമ്മൾ 14,300 അതായത് 14,308.43 14,308.43 ആയിരിക്കും നമ്മളെ ടോട്ടൽ. ഇത് നമ്മുടെ ടോട്ടൽ ട്വൈസ് ആണ്. അതായത് ഓരോന്നും ഡബിൾ ചെയ്തുകൊണ്ട് വന്നതാണ് ടോട്ടൽ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 14,308 ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 എണ്ണമാണ്. അപ്പോൾ ഇതൊരു ബില്ലാണ്. ഈ എമൗണ്ട് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ശരിക്കും. അതായത് ഈ ഒരു എമൗണ്ട് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഓരോ എമൗണ്ട് കൂട്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ 14,308 കിട്ടും. കാരണം ഇത് ഇവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ ഈ എക്സലിൽ വന്നത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു എമൗണ്ട് മാത്രമാണ് നമ്മൾ എലിജിബിൾ ആയ എമൗണ്ട്. ഇത് അതിൻ്റെ കറണ്ട് ടോട്ടൽ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ ടോട്ടൽ ഡബിളായി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ ഇത് എടുത്തിട്ട് അതിൻ്റെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 14,308 കിട്ടി. സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഈ ബില്ലിൻ്റെ ഇപ്പോൾ 14/10 ഇൻവോയ്സ് ഉണ്ടോ, 15/18 ഇൻവോയ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 767.67 ആണ്. 767.67. ഇത് പിന്നെ അത് നമ്മളൊരു ബില്ല് ടോട്ടൽ ചെയ്യുമ്പോൾ ആ GSTRൽ ആ വരുമ്പോൾ അങ്ങനെ വന്നതാണ് 767. അത് മൊത്തത്തിൽ വിളിക്കുമ്പോൾ നമ്മളിത് മൊത്തത്തിൽ 28 സംതിങ് എടുക്കണമെങ്കിൽ 28 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എലിജിബിളായ ഇൻപുട്ടിനെ ഡബിളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻപുട്ട് ഇത് ഡബിളായി കാണിക്കണം. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പിക്ചർ കിട്ടും. സംഭവമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലായിക്കോളും. ഈ 14,308.43 ആണ് 14,308.43 നമ്മളെ ടോട്ടൽ. അതായത് GSTR 2 വന്ന ഇൻപുട്ട് ടാക്സ്. അതായത് നമ്മൾ ഓരോ ബില്ലിൻ്റെയും ടോട്ടൽ ഇൻപുട്ട് ടാക്സ്. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10%. ഇപ്പോൾ ടോട്ടൽ എത്ര 1,440. ഈ എമൗണ്ട് കൂടി നമുക്ക് വലിക്കുക. അപ്പോൾ ഈ ടോട്ടൽ എത്ര വരിക, 15,730. ഈ 15,739.27 നമ്മുടെ ഇൻപുട്ട് ടാക്സ്. അതായത് നമ്മൾ ടോട്ടൽ ഇതാണ് നമ്മൾ GSTR 3 നമ്മൾ ഇൻപുട്ട് എലിജിബിളായി കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇൻപുട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈറ്റിലേക്ക് പോവുക. നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ പോയിട്ട് ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുക ഒക്ടോബർ. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിവിടെ കൊടുക്കാം. അവിടെ GSTR 1 ഫയൽ ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ GSTR വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് സിസ്റ്റം ജനറേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത 3B എത്ര നോക്കണം നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കുക. സിസ്റ്റം ജനറേറ്റ് ചെയ്ത 3B പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GSTR 1 ഫയൽ ചെയ്തതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. നമ്മളെ എമൗണ്ടും ഇതും കറക്റ്റാണ്. 2,959 പിന്നെ 18,950. അത് നമ്മുടെ സെയിൽ കറക്റ്റാണ്. അത് ഇനി ഇൻപുട്ട് നമ്മളതിൽ അടിക്കണം. അതായത് ഓൾ അതർ ITC. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ജസ്റ്റ് ജനറേറ്ററിൽ ഇതിൽ നമുക്ക് ആൾ അതർ ITCയിൽ വന്നത് 10,650 നമുക്ക് ഇദ്ദേഹം ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. GSTR 2B പ്രകാരമുള്ള എമൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ എങ്ങനെ ഫയൽ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് ഈ നവംബർ മുതലൊക്കെ നമുക്ക് GSTR 2B പ്രകാരം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിലുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ വന്നുകൂടാ എന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും GSTR 2A പ്രകാരം 10% കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യണത്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യണം, നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ റിവേഴ്സ് വരണം. നമ്മൾ ആദ്യം ഇതിൽ വന്നിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് കൊടുക്കണമെന്ന് കാര്യങ്ങൾ. ഒക്ടോബറിൽ വന്നിട്ട് നമ്മൾ ഒരു പ്രിപ്പയർ ഓഫ്ലൈനായിട്ട് കൊടുക്കണം. നമ്മൾ JSON ഫയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ GSTR 1 ടാലി ERP9 ഡാറ്റ നമ്മൾ ഫയൽ ഈ ഓഫ്ലൈൻ ടൂൾ അത് JSON വെച്ചിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യണത്. അപ്പം നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെല്ലാം വന്നോ ഡീറ്റെയിൽ. JSON ഫയൽ വെച്ചിട്ട് നോക്കും പ്രിപ്പയർ ഓൺലൈൻ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കണം, ഒന്നുകൂടി സെപ്പറേറ്റ് വേണം. ഇവിടെ യെസ് കൊടുക്കണം. പിന്നെ നോ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കില്ല, പിന്നെ ഇൻപുട്ട് നമുക്കുണ്ട്, പിന്നെ നിൽ റേറ്റും ഇല്ല, പിന്നെ ഇത് ഓട്ടോമാറ്റിക് വന്നതാണ് നമ്മളെ ലേറ്റ് ഫീ. അപ്പോൾ നമ്മളുടെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 30,641 നമുക്ക് ടോട്ടൽ വന്നിട്ടുണ്ട് ഇൻപുട്ട്. അത് നമ്മളെ സിസ്റ്റം ജനറേറ്റ് ചെയ്താണ്. അത് സിസ്റ്റം അല്ല, നമ്മുടെ ടാലിയിലുള്ള ഇൻപുട്ടാണ്. അത് നമ്മൾ മോഡിഫൈ ചെയ്യണം എന്തായാലും. നമുക്ക് ലേറ്റ് ഫീ ഇവിടെ 225 450 രൂപയോളം ലേറ്റ് ഫീ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മോഡിഫൈ ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് എലിജിബിളായ ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 15,739.27 ആണ്. ഈ 15,737.27 എങ്ങനെ കിട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ GSTR 2 ടോട്ടൽ എലിജിബിളായ GSTR 2 ആകെ 14,308 വന്നിട്ടുള്ളൂ. അതിൻ്റെ 10% ആഡ് ചെയ്തിട്ട് എടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ GSTR 2 കാണിക്കണത്. നമ്മൾ 2B ഏകദേശം 10,396 വന്നിട്ടുള്ളൂ. അപ്പോൾ 2B വന്ന കേസ് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ, അതായത് ഒക്ടോബറിലുള്ള ബില്ലുകൾ ഏകദേശം, അതായത് ഒക്ടോബറത്തെ ബില്ല് നവംബർ മാസം 12-ാം തീയതി ഉള്ളിൽ ഫയൽ ചെയ്ത ആൾക്കാർ മാത്രമുള്ളൂ ഇതിൽ കയറുക. അപ്പോൾ നമ്മൾ GSTR 2 12-ാം തീയതി ഡേറ്റുള്ള വരെയല്ലേ 2 കയറുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് അതിൽ കയറില്ല. അപ്പോൾ അതിൽ 10,300 ചില്ലാനോ മാത്രമേ ഉള്ളൂ നമ്മളെ ഇൻപുട്ട്. നമ്മൾ എടുക്കുന്നത് ഇവിടെ GSTR 2 ടോട്ടൽ ഇൻപുട്ടിൻ്റെ 10% അഡീഷണൽ കൂട്ടിയിട്ട്, അതായത് നമുക്ക് ടോട്ടൽ 30,000 രൂപയോളം ഉണ്ട്. അതായത് ഇവിടെ നോക്കണമെങ്കിൽ 30,000 ഇത് 61,251 ആണെങ്കിൽ 30,000 വെച്ചിട്ട് CGST SGST ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ 15,739 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമ്മളെ പാർട്ടികളെ വിളിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണം, എന്നാലേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അല്ലാത്ത ഡീലറാണെങ്കിൽ പ്രോബ്ലമാണ്. അതായത് കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ആ ഇൻപുട്ടൊക്കെ ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, ഞാൻ ആ എമൗണ്ട് എഴുതണം 15,739.27. ഇതാണ് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് നമ്മളെ. അത് എങ്ങനെ കിട്ടി മനസ്സിലായിരുന്നു. ടോട്ടൽ എലിജിബിളായ ടാക്സിൻ്റെ ഇപ്പോൾ 14,308 അല്ല 14,308ൻ്റെ 10% കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ 14,308ൻ്റെ 10% 1,430 പ്ലസ് 14, അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് 17. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്മൾ ഇൻപുട്ടായി കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്ത് നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് ഫയൽ ചെയ്യാൻ പോകണേ. അപ്പോൾ സിസ്റ്റം ജനറേറ്റഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാക്സ് ഔട്ട്വേർഡ് സപ്ലൈ പറഞ്ഞാൽ ഈ 2,19,959 നമ്മൾ ഓക്കെ ആയിക്കണു. അതിന് അതിൻ്റെ 36,190 പകുതിയാണ് 18. അത് കറക്റ്റാണ്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് എലിജിബിൾ ടാക്സ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ 60 സംതിങ് ആണ്. അത് നമുക്കിപ്പോൾ ടോട്ടൽ 30 സംതിങ് വരുള്ളൂ. 31 സംതിങ് 15,739 നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചലാൻ എടുത്തോട്ടെ. ഈ 18,095 17,095 നമ്മൾ സെൻട്രൽ ടാക്സിലും സ്റ്റേറ്റ് ടാക്സിലും അത് സെറ്റ് ഓഫ് ആയി പോകുന്നുണ്ട്. കാരണം നമുക്ക് ഇൻപുട്ട് ഓൾറെഡി നമ്മുടെ GSTയിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ GSTയിൽ നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻപുട്ട് ആവും. നമുക്ക് അഡീഷണൽ ആയിട്ട് GST ഈ 18,900 അടക്കണ്ട. ഇത് ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് 18,955 ആണ്. നമ്മൾ ടോട്ടൽ സെൻട്രൽ ടാക്സ് അടക്കേണ്ട എമൗണ്ടാണ്. അതാണ് 18 എത്ര ടോട്ടൽ നമ്മൾ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് 18,905 ആണ്. അത് നമ്മളെ ഇൻപുട്ട് ടാക്സിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഈ ടോട്ടൽ ഇൻപുട്ട് ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മേക്ക് ടു പേയ്മെൻറ്റ്
കൊടുക്കുക. അതായത് നമുക്കൊരു ലേറ്റ് ഫീ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു 225 ലേറ്റ് ഫീ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി 75 രൂപ അതിലുണ്ട്. ഓൾറെഡി 75 രൂപ നമ്മളെ ക്രെഡിറ്റിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള 150 രൂപ അടച്ചാൽ മതി. അപ്പം ഞാൻ അത് അടക്കാൻ പോവാണ്. അപ്പം ഞാനിത് നെറ്റ് ബാങ്കിങ് വഴി അടക്കണേ. അപ്പം ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അത് എസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഈ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 300 രൂപ നമുക്ക് അടക്കണ്ടേ. ക്രിയേറ്റ് ചലാൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിഫേർഡ് ബാങ്കിൽ നെറ്റ് ബാങ്കിങ് എടുക്കുക. എന്നിട്ട് നിങ്ങളെ ബാങ്ക് കൊടുക്കുക. ഞാൻ ഇവിടെ ആക്സിസ് ബാങ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആക്സിസ് ബാങ്കിൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ടാക്സ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാത്ത കേസിലാണെങ്കിൽ എന്നിട്ട് ഞാനത് ആക്സിസ് ബാങ്കിനാണ്. ഇന്നതിൽ ലോഗിൻ ചെയ്യണം. അപ്പം ഞാനിവിടെ ലോഗിൻ ചെയ്യട്ടെ. ഏതായാലും ഇവിടെ നമ്മൾ പാസ്വേഡ് അയച്ച് ലോഗിൻ ചെയ്യണേ. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നമ്മൾ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടിയിൽ കാണാം നമുക്ക് ഇവിടെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ GST പേയ്മെൻറ്റ് ഇപ്പം നിങ്ങളെ ആ കമ്പനി GST പേയ്മെൻറ്റ് വേണമെങ്കിൽ റിമാർക്കിൽ കൊടുക്കുക. നിങ്ങൾക്ക് അത് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. കൂടാതെ തന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ബാലൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളടുത്ത് ഞാനെൻ്റെ വേറെ അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ഞാൻ അത് അടക്കാൻ പോവാണ്. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് OTP വെച്ചിട്ടും അടക്കുന്നുണ്ടാവുക. അതായത് ഓരോ ബാങ്കിനും ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പാസ്വേഡ് വെച്ചിട്ട് ഞാൻ ഫയൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കൺഫേം കൊടുത്തു. അപ്പോൾ എന്തായാലും ഫയൽ ഉണ്ടാവും. യുവർ ടാക്സ് പേയ്മെൻറ്റ് ഹാസ് ബീൻ ഡൺ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സൈറ്റിലേക്ക് പോകും. ചിലപ്പോൾ ഇനി ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമുക്കിത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഇനി കുറച്ച് പ്രോസസ്സിങ് ചെയ്യാണ്ട് 10 മിനിറ്റ് ഏകദേശം ഒരു 1/4 മണിക്കൂർ പിടിക്കും. കാരണം ഈ ഫണ്ട് നമ്മൾ അടച്ച എമൗണ്ട് അതിൽ ക്രെഡിറ്റ് ആവണം. എന്നിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻപുട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. അതായത് ഇവിടെ 75 രൂപ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമ്മൾ 75 രൂപയിൽ നമ്മൾ 150 വെച്ച് അടച്ചപ്പോൾ 225 നമ്മളെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നമുക്ക് ഇത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് പറയാൻ പോണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ടാബ്, അതായത് നമ്മൾ GST 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പല്ലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. ഒന്ന് സ്പീഡായി പറഞ്ഞു. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുകയാണ്. ഫസ്റ്റ് നമ്മളതിൽ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏത് കേസിലാണ് നിൽ റിട്ടേൺ ചെയ്യാറ്, ഒരു ട്രാൻസാക്ഷനും ഒരു ലാബിലിറ്റിയും ഇല്ലെങ്കിൽ നമുക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് ഒരു ട്രാൻസാക്ഷനും ഒരു ലാബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. കൂടാതെ തന്നെ നമ്മൾ പിന്നെ അടുത്ത കേസ് വരുന്നത് വെച്ചാൽ ട്രാൻസാക്ഷൻ ഉണ്ട്, അതേപോലെ അപ്പോൾ പിന്നെ ആ ഒരു കേസിൽ മാത്രമേ നമുക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്യുള്ളൂ. ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. പിന്നെ അടുത്ത ചോദ്യം, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്, നമുക്കപ്പോൾ എന്ത് ഫയൽ ചെയ്യണം. ഒരു ട്രാൻസാക്ഷനും ഒരു ലാബിലിറ്റി ഇല്ല. അതായത് നിൽ റിലേറ്റഡ് ഇപ്പം നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ മാസം ലേറ്റ് ഫീ ഒക്കെ ഉണ്ടെങ്കിൽ അത് ലാബിലിറ്റിയാണ്. അപ്പോൾ ആ ലാബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ടാക്സ് അടച്ചിട്ട് ഫയൽ ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് അപ്പോൾ നമുക്ക് ഈ നിൽ റിട്ടേണിൻ്റെ കേസ് ഈ ടാബ് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് യു മെയ്ഡ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്ലൂഡിങ് നിൽ റേറ്റഡ് എക്സംപ്റ്റ് ആൻഡ് നൺ GST സപ്ലൈസ്
ഓർ റിസീവ്ഡ് എനി സപ്ലൈസ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ടാക്സബിൾ ആയിട്ടോ അതായത് ഒരു ടാക്സ് ഇല്ലാത്ത ഐറ്റോ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം യെസ് കൊടുക്കുക. അത് ഹാവ് യു മേഡ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, നിങ്ങൾ എന്തെങ്കിലും ഗുഡ്സ് ഓർ സർവീസ് ഇൻക്ലൂഡിങ് നിൽ റേറ്റഡ്, ടാക്സബിൾ അല്ലെങ്കിൽ പോലും ടാക്സബിളും കൂടാതെ ഇൻക്ലൂഡിങ് നിൽ റേറ്റ്, അതായത് ടാക്സ് ഇല്ലാത്ത ഐറ്റം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കോളമാണത് യെസ്. അടുത്തത് ഹാവ് യു മെയ്ഡ് എനി ഇൻട്രസ്റ്റഡ് സപ്ലൈസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഓർ കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ ഓർ UAN ഹോൾഡേഴ്സ്, അതായത് നിങ്ങൾ വല്ല കോമ്പോസിറ്റ് ഡീലർക്കോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് പേഴ്സൺ, ഇൻട്രസ്റ്റേറ്റ്സിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ 3.2 പ്രകാരം 2,50,000 മേലെ പ്രകാരമുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺ, കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കോ അതേപോലെ UAN പ്രകാരമുള്ള ഹോൾഡേഴ്സിനോ നിങ്ങൾ അതായത് നിങ്ങൾ എന്തെങ്കിലും സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഈ കോളത്തെ ആക്ടിവേറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ ഡാറ്റ കൊടുക്കണം. അടുത്ത ഡു യു ഹാവ് എനി ക്ലെയിം റിവേഴ്സ് ഇൻപുട്ട് ടാക്സ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആക്റ്റീവ് ചെയ്യണം. അതായത് ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴോ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ റിവേഴ്സ് ടാക്സ് അടച്ചിട്ടെങ്കിലോ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് യെസ് നമ്മൾ കൊടുക്കണം, അതായത് ആക്റ്റീവ് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സെയിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർച്ചേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസ് നമ്മൾ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പർച്ചേസ് ഉണ്ടാവും, അതുകൊണ്ട് ആ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് യെസ് ചെയ്യണം, അതായത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അടുത്ത ആവി റിസീവ്ഡ് നിൽ റേറ്റഡ്, എന്തെങ്കിലും ഒരു പർച്ചേസ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പർച്ചേസ് സാധനം 0 റേറ്റഡ് ആണെങ്കിൽ അത് നമ്മൾ ടാക്സ് ഇല്ലാത്ത ആയിട്ട് നമ്മൾ ഇൻപുട്ട് ഇല്ലാത്ത, അതായത് നമുക്ക് 0 റേറ്റഡ് ആയിട്ടാണെങ്കിൽ അത് നമ്മളിവിടെ യെസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ആക്റ്റീവ്, അതായത് 0 റേറ്റഡ് വിൽക്കുകയാണെങ്കിൽ 0 റേറ്റഡ് വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ രണ്ടും ഇത് ആക്റ്റീവ് ചെയ്യണം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഡു യു ഹാവ് എനി എന്തെങ്കിലും ലാബിലിറ്റി, കഴിഞ്ഞ മാസം എന്തെങ്കിലും ലേറ്റ് ഫീ വരുമ്പോഴാണ്, അതായത് കഴിഞ്ഞ മാസം ലേറ്റായി ഫയൽ ചെയ്യുമ്പോഴാണ് ഈ മാസം നമുക്ക് ലാബിലിറ്റി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം കറക്റ്റ് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ കോളം ഓട്ടോമാറ്റിക് നോ, ഇവിടെ കോളം വരും, അപ്പോൾ നമ്മൾ നോ കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. അപ്പോൾ ഞാനതൊന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യം സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കണോ. അപ്പോൾ എന്താ അവിടെ റിട്ടേൺ ഡാഷ്ബോർഡ് പോയി ജസ്റ്റ് നമ്മൾ ഒക്ടോബർ സെലക്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു ആ ടാബിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ഓൺലൈൻ എടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ചു, എന്നിട്ട് നമ്മൾ ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക, അഗെയിൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക, എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് പോസ്റ്റ് ക്രെഡിറ്റ്, അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്സെറ്റായി പോയിക്കോളല്ലോ, കാരണം ഓൾറെഡി എല്ലാം ഓഫ്സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് ടു ഫയൽ, ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഡിറ്റേഷൻ ഒന്നും നടക്കില്ല കേട്ടോ. എല്ലാം ഓഫ്സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുക, ജസ്റ്റ് നമ്മൾ അവിടെ ആരാണോ അതിൻ്റെ പ്രൊപ്പറേറ്റർ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, EVC വെച്ചിട്ടാണ് നമ്മൾ EVC അതായത് നമ്മൾ OTP, അതായത് മൊബൈൽ OTP വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കണം, പ്രൊസീഡ് കൊടുക്കണം. ഇവിടെ ലേറ്റ് ഫീ, അതായത് ഈ മാസം ലേറ്റ് ഫീ ഉണ്ട്, അപ്പോൾ അടുത്ത മാസത്തിലേക്ക് നമുക്ക് ഇത് വരാം. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ OTP വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് അടിച്ചെടുക്കാം. നമ്മൾ OTP തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയലിംഗ് റിട്ടേൺ കംപ്ലീറ്റ് ആയി, ഉണ്ടോ, ഫയലിംഗ് സക്സസ്ഫുൾ ആയി. അപ്പോൾ നമ്മൾ ഈ ലേറ്റ് ഫീ വരാനുള്ള കാരണം നമ്മളെ ഫയൽ കറക്റ്റ് കിട്ടാത്ത സമയമാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് ഫയൽ കിട്ടുകയാണെങ്കിൽ നമുക്ക്, അതായത് ഒരു മിനിമം നമുക്കൊരു 2 ദിവസമെങ്കിലും മുമ്പ് കിട്ടണം ഫയൽ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഇത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറേ പാർട്ടി നമ്മളെന്ത് ചെയ്യുക, കറക്റ്റ് ലേറ്റ് ആയിട്ടാണ് തരിക. അപ്പോൾ ലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിത് ഫയൽ ചെയ്യാൻ വഴുകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി അതായത് അതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം പറഞ്ഞത്, അതായത് ഇൻ ഫ്യൂച്ചറിൽ ഇപ്പം ഇനി ഒരു നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 2B ആയിരിക്കും, ചിലപ്പോൾ ഇത് 2Bയിൽ വരുന്ന ഇൻപുട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കിതൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് GSTR 2B. GSTR 2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ, അതായത് കഴിഞ്ഞ മാസം ഇപ്പോൾ ഒക്ടോബർ മാസത്തെ ട്രാൻസാക്ഷൻ്റെ ഇൻപുട്ട്, അതായത് നമ്മൾ ഒക്ടോബർ മാസത്തിൽ പർച്ചേസ് ചെയ്ത ഇൻപുട്ട് നമുക്കൊരു 1,65,000 ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി, അതായത് അതായത് ഈ മാസമല്ലേ ഫയൽ ചെയ്യുക, അപ്പോൾ ഈ മാസം ഒക്ടോബറത്തെ നവംബറിലാണല്ലോ ഫയൽ ചെയ്യുക. അപ്പോൾ നവംബർ 12 ഉള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ആ 12 ഉള്ളിൽ ഫയൽ ചെയ്ത കാര്യം മാത്രമേ GSTR 2Bയിൽ കയറുള്ളൂ.
ഇപ്പോൾ റൂള് 36 പ്രകാരം നമുക്ക് ഫയൽ ചെയ്യാം. അതായത് ഒക്ടോബർ വരെ നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിലൊക്കെ നമ്മൾ റൂൾ 36 ആണ്. അതായത് നമ്മളെ GSR 2A പ്രകാരം ഉള്ള നമ്മളെ ഇൻപുട്ടിൻ്റെ 10% കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഇൻപുട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എക്സസ് ആയി ഇൻപുട്ട് എടുത്തിട്ടില്ലെങ്കിൽ സെപ്റ്റംബറിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് എക്സസ് ആയി ഇൻപുട്ട് ഏതെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കൊറോണ വന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിജിബിൾ ചെയ്യാമായിരുന്നു. അതായത് നമുക്ക് എത്രയാണോ ഇൻപുട്ട് വന്നിട്ടുണ്ട് അത് GSR 2A നോക്കാതെ നമുക്ക് കംപ്ലീറ്റ് ആയി എടുക്കാമോ. പിന്നെ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ സെപ്റ്റംബറിൽ പറഞ്ഞാൽ GSR 2A പ്രകാരമുള്ള ബില്ലുകൾ നമ്മൾ GSR 2B പ്രകാരം, അതായത് നമ്മുടെ എത്രയാണോ എലിജിബിൾ ഉള്ളത് അതേപോലെ നമുക്ക് ഇന്നെലിജിബിൾ ആയ എത്രയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നിച്ചാൽ അത് സെപ്റ്റംബറിൽ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ മാസം ഞാൻ ഫയൽ ചെയ്തുകൊണ്ട് ഞാനത് ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഏതായാലും പറ്റില്ല. അപ്പോൾ ഞാൻ ഒക്ടോബർ ചെയ്യാണ്. അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ റൂൾ പറഞ്ഞാൽ റൂൾ 36 തന്നെ എപ്പോഴും ഫോളോ ചെയ്യണേ. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ GSR 2B പ്രകാരം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് 2Bയിൽ എത്രയാണോ ഇൻപുട്ട് വന്നത് അത് മാത്രമേ നമുക്ക് എലിജിബിൾ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ അമെൻമെൻറ്റ് എപ്പോഴും GSTയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക കാര്യങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3B എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.